എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലെ വാൾഡ് ഫ്രൈഡോഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ജർമ്മനിയിലെ ആഹൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ് വാൾഡ് ഫ്രൈഡോഫ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സിമിത്തേരിയാണ്. ഇത് വലിയൊരു സിമിത്തേരി. 1800 കാലഘട്ടത്തിൽ കോളറൊക്കെ വന്ന് മരിച്ച ആളുകളെയും അതുപോലെ തന്നെ വേൾഡ് വാർ 1, 2 ഈ ഒരു സമയങ്ങളിൽ മരിച്ച ആളുകളൊക്കെ അടക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ അടക്കിയിരിക്കുന്ന ആളുകളുടെ നമ്പർ വാറിന്റെ സമയത്ത് മാത്രം ഏകദേശം ഒരു 5000-ലധികം ആളുകളെ രാഗുള്ള ആളുകളെ ഇവിടെ അടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം 1960 സമയങ്ങളിൽ ഈ ആഹനിൽ ഒരു ബോംബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബോംബിൽ മരിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ കോളറ വന്ന് മരിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഏകദേശം നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയ കാരണം ഇത്രയധികം ആളുകൾ അടക്കിയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഭയങ്കര വലിയൊരു ഏരിയയിൽ ഉൾപ്പെട്ടിട്ട് അത്രയും വലിയൊരു ഏരിയയിലാണ് ഈ ആളുകളെ മുഴുവൻ അടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഞാൻ നടന്ന് ഈ ഒരു സിമിത്തേരി കാണുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോയ്ക്ക് പോവാം. ഫ്രൈഡോഫ് എന്ന് പറയുന്ന സ്ഥലം ആഹൻ്റെ അതിർത്തിയിൽ വരുന്നതാണ്. കാരണം ഈ ഒരു സ്ഥലത്തു നിന്നാണ് ആഹൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാണാൻ പറ്റും കണ്ടോ, ആഹനിലേക്ക് വാഹനങ്ങൾ കടന്നു. ഭയങ്കര ഏകാന്തതയുള്ളൊരു സ്ഥലമാണ്. കാരണം നമുക്ക് നടക്കുമ്പോൾ ഒക്കെ ചെറുതായിട്ട് പേടി തോന്നും. നമ്മൾ സിമിത്തേരിയിലൊക്കെ നടക്കുമ്പോൾ, നാട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നാട്ടിൽ ഒറ്റയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. നമുക്ക് നടക്കുമ്പോൾ ഒക്കെ പേടി വരില്ലേ, അതേപോലെ തന്നെയാണ്. കാരണം ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് എൻ്റെ മേത്ത് വന്ന് വീണു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കൊമ്പിൻ്റെ പീസ് പൊട്ടി വീണു. അപ്പം അങ്ങനെ ഒരു ഏകാന്തത, നമുക്കൊരു പേടിപ്പിക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും ഏകദേശം. ഈ ഒരു ക്രോസ് കാണാൻ പറ്റും, ഒരു കുരിശ് കാണാൻ പറ്റും. ഈ ഒരു കുരിശ് എന്ന് പറഞ്ഞാൽ ഇതൊരു മെമ്മോറിയലാണ്. ഇത് ആ കോളറയിൽ മരിച്ച ആളുകളുടെ ഒരു മെമ്മോറിയലായിട്ട് വെച്ചിട്ടുള്ള ഒരു കുരിശാണിത്. ഇത് കണ്ടില്ലേ, ഈ കുറ്റികൾ കാണുന്നതൊക്കെ ഇതേപോലെ മരിച്ച ആളുകൾ അടക്കിയിരിക്കുന്നതാണ്. ഈ കുറ്റികൾ കാണുന്നതൊക്കെ ഉണ്ടോ, ഇവിടെ എവിടെ നോക്കിയാലും ഇതാണ്. ഇതൊക്കെ ആ വേൾഡ് വാർ 1, 2 അതുപോലെ തന്നെ ആ കോളറയിലും മരിച്ച ആളുകളുടെയാണ്. ഇതിന് ആളുകൾ കൂടുന്നതിനനുസരിച്ച് ഇവർ ഈ ഒരു സെമിട്രിയുടെ വലിപ്പം അങ്ങനെ കൂട്ടി കൊണ്ടുവരാണ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റുള്ള ഇതുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രോസാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. കണ്ടോ, അതിൻ്റെ അടിയിൽ നമുക്കൊരു എഴുത്തും കാണാൻ പറ്റും. ആ ഭാഷ കണ്ടറിയാം, അത് ഇതാണ്, റഷ്യനാണ്. ഇത് ഒരു റഷ്യൻ പട്ടാളക്കാരൻ്റെ ബോഡിയാണ് ഇവിടെ ഉള്ളത്. അത് കാരണം അതിനു വേണ്ടി മെമ്മോറിയലായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കുരിശ് ഇവിടെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയാണെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര വലിയൊരു ഏരിയയിലാണ്, വലിയൊരു പാർക്ക് പറയില്ലേ, അത്രയും വലിയൊരു ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമായ കാരണം വഴിതെറ്റി പോകാതിരിക്കാനായിരിക്കും. ഈ കാണുന്നത് ഒരു ജൂതന്മാരുടെ സിമിട്രിയാണ്. നേരത്തെ നമ്മൾ കണ്ട പോലെ വാറിൽ മരിച്ചവരുടെയോ അതുപോലെ തന്നെ രോഗം വന്ന് മരിച്ചവരുടെ അല്ല. ഇത് സാധാരണ രീതിയിൽ ഇവിടെ മരിക്കുന്ന ആളുകൾ അടക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെ വീടുകൾ ആളുകളൊക്കെ ചെയ്യുന്നതായിരിക്കാം. കാരണം പല ഡിസൈനുകളിലുള്ള കല്ലറകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. വയസ്സും ജനിച്ച സമയവും എല്ലാം എഴുതിയിട്ടുണ്ട്, പേരും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ഒരു പോർഷനാണ് ഇവിടെ വരുന്നത്. നേരത്തെ കണ്ട പോലത്തെ ആ ഒരു ഏരിയ അല്ലാണ്ട് ഇത്തിരി കൂടി വീടുകളൊക്കെ അങ്ങനെ മരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം ഇത്തിരി കൂടി ഭംഗിയിൽ പൂക്കളൊക്കെ വെച്ച് ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ സിമിത്തേരിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ വേറെ അങ്ങനെയുള്ള മരണങ്ങളല്ലാണ്ട് സാധാരണ മരണങ്ങളൊക്കെ പെടുന്നവരില്ലേ, ഈ വേൾഡ് വാർ 1, 2 അങ്ങനത്തെ ഒന്നും അല്ലാത്ത നോർമൽ രീതിക്കുള്ളൊരു സിമിത്തേരി. അപ്പോൾ അതേ ഇതിൻ്റെ ഒരു പോർഷനിൽ വരുന്നതാണ്. ഞാൻ ഈ സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പ് ഇൻ്റർനെറ്റിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ഭാഗമായിരുന്നു. പക്ഷെ ഇത് കാണാനായിട്ട് കുറച്ച് ഉള്ളിലേക്ക് നടക്കേണ്ടി വന്നു. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ നേരത്തെ നമുക്ക് കാണാൻ പറ്റും ആളുകൾ അടക്കിയിരിക്കുന്നത്. കാരണം ഒരു 5000-ലധികം വേൾഡ് വാറിൽ മരിച്ച ആളുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിന് പുറമെ മറ്റ് കോളറ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്ന് മരിച്ചവർ, അതുപോലെ തന്നെ ഇവിടെയുള്ള സാധാരണ ആളുകൾ. അപ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് ഏകദേശം എന്തോരം ആളുകൾ ഇവിടെ അടക്കിയിട്ടുണ്ടെന്ന്. ഇതിങ്ങനെ നിരയായിട്ട് ആളുകൾ അടക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. നമുക്ക് അവിടെ കാണാൻ പറ്റിയ ഒരാൾ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഏകാന്തതയുടെ ഫീലിലായിരുന്നു ഇങ്ങനെ മൊത്തത്തിൽ. കാരണം അങ്ങനെ അധികം ആളുകൾ കാണാനില്ല. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു റൗണ്ട് ഞാൻ ഈ ക്യാമറ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ഞാൻ തിരിച്ച് പോയാലോ എന്ന് ചോദിച്ചു. വീഡിയോ ഫോട്ടോ ഒക്കെ കണ്ടത് ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇങ്ങനൊരു സ്ഥലമൊന്നും കാണാൻ പറ്റിയില്ല. നേരത്തെ കണ്ട പോലത്തെ ആദ്യം കാണിച്ച പോലത്തെ ആയിരുന്നു. അങ്ങനെ വന്നു. ഇയാളെ കണ്ടപ്പോൾ ഒരു സമാധാനം. അയാൾ എവിടേക്ക് പോകണമെന്നറിയില്ല. കുട്ടികൾ മരിച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം ചെറിയൊരു വീടും പൂമ്പാറ്റയും അവരെ കളിപ്പാട്ടങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ. പാബ്ലോ 2009 ജനിച്ചു. 2009 തന്നെ 4 മാസമാകുമ്പോഴേക്കും മരിച്ചു. ഫിലിപ്പ് നോഡ്
2 വയസ്സ്. ഇത് ജസ്റ്റ് 12 ദിവസം. അവരെനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ്. ഇത് 2005 ജനിച്ച് 2006 മരിച്ചത്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളെ മരിച്ചിട്ടുള്ളവരടക്കുന്ന ഒരു സ്ഥലം തോന്നുന്നു. കാരണം വളരെ കുറവ്. അതുമാതിരി തന്നെ അവരുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഏരിയ കണ്ടില്ല വേറെ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റണ്ട, നായ്ക്കൾ കുറയ്ക്കുന്നത്. നൈസായിട്ട് നമുക്കൊരു പേടി തോന്നിക്കുന്നൊരു അറ്റ്മോസ്ഫിയർ. ഒന്നാമത് ഏകാന്തത, ചുറ്റിനും ആരുമില്ല, സെമിത്തേരി, അതിനിടെ കൂടെ നായ്ക്കളുടെ കുറേയും കൂടി ആകുമ്പോൾ മൊത്തത്തിലൊരിത്. ഇത്ര പേടിയുണ്ടെങ്കിൽ എന്തിനാ ഇവിടേക്ക് വരണമെന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഭയങ്കര വൈഡായിട്ടായിരിക്കും, ഒരു മനുഷ്യർ പോലും ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതിയില്ല. പിന്നെ ചുറ്റിനും ഇതുമാതിരി ആളുകളെ അടക്കിയിരിക്കും. നമ്മൾ എവിടെ നടന്നാലും ഇത്രയും വലിയൊരു ഏരിയയിൽ നമ്മുടെ അടുത്തും വലത്തൊക്കെ ഇതുമാതിരി മരിച്ച ആളുകളുടെ ഒരു ഇതാണ് കണ്ടില്ലേ. എവിടെയാണെങ്കിലും ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മൾ എവിടേക്ക് നോക്കിയാലും കാണുന്നത് തന്നെയാണ്. പക്ഷേ ഇതിൽ ഫസ്റ്റ് വാറിൽ മരിച്ചവർക്ക് വേറെ സെക്ഷൻ ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് കാണാൻ പറ്റും ഡേറ്റുകൾ നോക്കുമ്പോൾ. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും അങ്ങനെയൊന്നും കാണാനില്ല. കാരണം ഞാൻ നേരത്തെ ആദ്യം കണ്ട സ്ഥലത്ത് ആ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയമാണ് മൊത്തത്തിൽ അവിടെയൊക്കെ അതും എഴുതിയിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു റൗണ്ട് ഷേപ്പാണ്. കാരണം ഈ ഒരു ട്രാക്ക് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ട്രാക്ക് ഇനി കറങ്ങി ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് എത്തും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈസി ആയിരുന്നു. കാരണം വന്നവിടത്തേക്ക് തന്നെ നമ്മൾ എത്തുമല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് കടന്നാൽ മതി പുറത്തേക്ക്. ഒരു മെമ്മോറിയലാണ് എന്നുവെച്ചാൽ ആ വേൾഡ് വാറിലൊക്കെ മരിച്ച ആളുകൾക്കുള്ളൊരു ആദര സൂചകമായിട്ട് അവരുടെ ആ ഒരു സ്റ്റീൽ തൊപ്പിയിൽ അതിൻ്റെ ഒരു സ്മാരകം അവരുണ്ടാക്കിയിരിക്കുക. 1914-18 ഒന്നാം ലോക മഹായുദ്ധം നടന്ന ഒരു കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്ന ഒരു സ്മാരകം. പട്ടാളക്കാരുടെ ഒരു ആദരവിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, തൊപ്പിയൊക്കെ കണ്ടില്ലേ, തൊപ്പി ചെറിയ 2 വാളുകളൊക്കെ കയറ്റിയിട്ടുള്ളൊരു രൂപം. ഇങ്ങനൊരു സ്മാരകം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിടയിൽ കണ്ടതാണ്. അവിടെ ഒരു കുരിശ് കണ്ട, അതെന്താണെന്ന് പറഞ്ഞിട്ട്. പിന്നെ പ്രത്യേകതകളൊന്നുമില്ല. കാരണം ഈ ഒരു സെമിത്തേരിയിലൊരു സെൻറ്ററായിട്ടൊരു കുരിശ് ഉണ്ടാവില്ല. എല്ലാ സെമിത്തേരി നാട്ടിലാണെങ്കിലും ഒരു കുരിശൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരു കുരിശ്, അതിന് വേറെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. സാധാരണ ഒരു കുരിശ് നമ്മൾ ഒരു സെമിത്തേരിയിലുള്ള പോലത്തെ അത് വളരെ നീറ്റായിട്ടാണ് അവർ ആ കുരിശിന് ഒരു സ്പെഷ്യാലിറ്റി കണ്ടില്ലേ. വേറെ ഒന്നൊന്നുമില്ല, നല്ല നീറ്റായിട്ട് സെൻറ്ററിൽ അട്രാക്ഷന് ഒരു പോലെ അങ്ങനെ വെച്ചിരിക്കുന്നു. ഇവിടെയുണ്ട് ഒരു കുരിശിന് ക്രിസ്തുണ്ട് ഈ ബോഡികളുടെ ഇടയിൽ. രാത്രിയൊക്കെ വന്ന് പെട്ടെന്ന് കണ്ടെങ്കിൽ പേടിക്കുകയും അങ്ങനത്തെ ഒരു കുരിശ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പരമാവധി ഏരിയ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കൊരു സമാധാനമായി. കാരണം ഞാൻ നടന്ന് ഞാൻ ആദ്യം എത്തിയ സ്ഥലത്തേക്ക് എത്തി. കാരണം ആ കുരിശ് കണ്ടില്ലേ, അവിടെ ഒരു കുരിശ് കണ്ടില്ലേ. ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ റഷ്യക്കാരനെ ഇറക്കിയിട്ടില്ലാന്ന് പറഞ്ഞില്ലേ, ഈ വഴിക്കാണ് ഞാൻ നടന്നു വന്നത്. കാരണം ഞാൻ ഇങ്ങനെ പോയി റൗണ്ട് അടിച്ച് ഏകദേശം ഞാൻ ഇപ്പോൾ ഇവിടേക്ക് തിരിച്ചെത്തി. അപ്പം നേരത്തെ നടന്നു വന്ന ആ ഒരു എൻട്രൻസിൽ കൂടെ തന്നെ എക്സിറ്റ് അടിച്ച് കണ്ട ഇതിൽ കൂടെയും പോകാൻ പറ്റും. ഇതിൽ കൂടെയും പോയിട്ട് കറങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു വരാം. അല്ലെങ്കിൽ ഇതിൽ കൂടെ ഞാൻ പോയ വഴിക്ക് പോയിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഇനി പുറത്തേക്ക് ഇറങ്ങാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിറ്റിലേക്ക് എത്തി. ഞങ്ങൾക്ക് റോഡും വണ്ടികളൊക്കെ കാണാൻ പറ്റി തുടങ്ങിയപ്പോൾ. അപ്പോൾ ഇതാണ് ഈ ഒരു വേൾഡ് ഫ്രൈഡ് ഓഫിൻ്റെ വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു പുതിയൊരു അനുഭവം. നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവിടെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പോകാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുമാതിരിയുള്ള ഏതെങ്കിലും വീഡിയോകളും സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഞാൻ പതുക്കെ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.